السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്രയായി. മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഖുബ എന്ന സ്ഥലത്ത് ഒരു മസ്ജിദ് പണി കഴിപ്പിച്ചു. മസ്ജിദ് ഖുബ എന്നാണ് അതറിയപ്പെടുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മദീനയിലേക്ക് പോയി. മദീനയിൽ നബിക്ക് നേരത്തെ തന്നെ ചെറിയ ബന്ധത്തിലുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയായ ഹാഷിം മദീനയിൽ ബനു നജ്ജാറിൽ നിന്നും വിവാഹം കഴിച്ചു. നജ്ജാർ ഗോത്രക്കാരിൽ നിന്നും വിവാഹം കഴിച്ചു. അപ്പം മദീനയിൽ എവിടെയാണ് താമസിക്കാൻ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തങ്ങളുടെ ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഭാഗത്താണ്, അവരോടൊപ്പമാണ് താമസിക്കാൻ വിചാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അതിർത്തിയിലേക്ക് കടന്നു. മദീനക്കാർ വലിയ ആകാംക്ഷയോടുകൂടി നബിയെ കാത്തു നിന്നു. എല്ലാ ദിവസവും അവർ മദീനയുടെ അതിർത്തി വരെ വന്ന് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തിത്തുടങ്ങിയോ എന്ന് നോക്കുമായിരുന്നു. വൈകുന്നേരം വരെ അവർ നോക്കും, മടങ്ങിപ്പോവും. അങ്ങനെ ദിവസങ്ങൾ അത് തുടർന്നു. ഒരു ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളിതാ ആകാംക്ഷയോടെ കാത്തിരുന്നവർ മദീനയുടെ അതിർത്തി കടന്നിരിക്കുന്നു. അങ്ങനെ മദീനക്കാരൊന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടിയത്. ഓരോരുത്തരുടെയും വീടിൻ്റെ വാതിലിലൂടെ എത്തുമ്പോൾ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനമായ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചിട്ട് ഇവിടെ താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം എന്നാവശ്യപ്പെടും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹ ഫഇന്നഹ മഅ്മൂറത്ത്. അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണ്ട, അതിനെ വിട്ടേക്ക്. അതിനോട് അതിൻ്റെ റബ്ബ് ഒരു കൽപ്പന നൽകിയിട്ടുണ്ട്, അതനുസരിച്ച് അത് പ്രവർത്തിച്ചോളൂ. പലരും അവരുടെ വീടിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഇതേപോലെ ആവർത്തിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊന്നും നിർത്താനോ ഇറങ്ങാനോ താമസിക്കാനോ തയ്യാറായില്ല. അങ്ങനെ ആ ഒട്ടകം ചെന്ന് നിന്നത്, ഒട്ടകം മുട്ടുകുത്തിയത് മഹാനായ സഹാബി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. അതോടുകൂടി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ വീട്ടിൽ താമസിച്ചു എന്നതാണ് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ആ മഹാനായ സഹാബിയുടെ വീടിൻ്റെയും ചരിത്രത്തിൻ്റെ പ്രത്യേകത. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം ചെയ്യാൻ കഴിയുക അതിനെക്കുറിച്ചാണ് പിന്നീട് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു വീടിൻ്റെ മുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയും താമസിച്ചു. 2 തട്ടുള്ള വീടായിരുന്നു. താഴത്തെ തട്ടിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുകളിൽ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉമ്മു അയ്യൂബും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഭാര്യയും താമസിച്ചു. അദ്ദേഹത്തിനത് മാനസികമായി വലിയ വിഷമം തോന്നി. കാരണം നബിയുടെ മുകളിൽ താമസിക്കുക അത് ഒരു പ്രയാസമായി തോന്നിയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്ങ് മുകളിൽ താമസിക്കണം, ഞാൻ താഴെ താമസിക്കാം. അങ്ങയുടെ മുകളിൽ താമസിക്കുന്നത് എനിക്ക് മാനസികമായി അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ കാണാൻ സന്ദർശിക്കാൻ പലരും വരും. അപ്പോൾ അവർക്കെല്ലാം സൗകര്യം ഞാൻ താഴെ താമസിക്കുന്നു, അതുകൊണ്ട് ഞാൻ താഴെ തന്നെ താമസിക്കാമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ താഴെ താമസിക്കുകയും ചെയ്തു. ചില ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. പക്ഷെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിന് അത് തീരെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ വീടിൻ്റെ മുകളിൽ നിന്നും മാറി, ആ വീട്ടിൽ നിന്ന് തന്നെ മാറി മറ്റൊരു ഭാഗത്തേക്ക്, ആ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഭാഗവും കൂടെ ഉണ്ടാക്കി അവിടെയാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു കുടുംബവും താമസിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദ്യമായി സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സുകൊണ്ട് ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓരോ സമയത്തും ആഹാരം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ആഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് റസൂൽ ആഹാരം കഴിക്കുന്നത് വരെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ആഹാരം കഴിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഭാഗത്തു നിന്നാണോ ആഹാരം കഴിച്ചത് അതേ ഭാഗത്ത് നിന്ന് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഭക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ വിരലുകൾ ഏത് ഭാഗത്താണ് സ്പർശിച്ചിട്ടുള്ളത് ആ സ്ഥലം നോക്കി അവിടെ നിന്ന് തന്നെ ഭക്ഷിക്കും. അങ്ങനെ കുറച്ച് കൂടുതലായി ആഹാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയും അതിൻ്റെ ബാക്കി റസൂൽ ഭക്ഷിച്ചിടത്തു നിന്ന് തന്നെ ഭക്ഷിക്കുകയും അത് ഒരു ബറക്കത്താണ്, ഐശ്വര്യമാണ് എന്ന് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു വിചാരിക്കുകയും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഒരിക്കൽ മുകളിൽ താമസിച്ചിരുന്ന സമയത്ത് കുറച്ച് വെള്ളം ചോർന്നു, വെള്ളം കയ്യിൽ നിന്നും തട്ടി താഴെ വീണു. ഇന്നത്തെ പോലത്തെ മച്ചല്ല, പലക കൊണ്ടോ അങ്ങനെ മറ്റെന്തെങ്കിലും കൊണ്ടുണ്ടാക്കുന്ന, സ്വാഭാവികമായും ആ വെള്ളം ചോർന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വെള്ളം ഒരു തുള്ളി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങൾ താമസിക്കുന്നിടത്ത് വീഴാതിരിക്കാൻ ആകെ ഒരു പുതപ്പ് മാത്രമാണ് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. ആ പുതപ്പെടുത്തിട്ട് അത് മുഴുവൻ തുടച്ചു കളയുകയും അതിനുശേഷമാണ് നബിയോട് വന്നിട്ട് താങ്കൾ മുകളിൽ താമസിക്കണം, ഞാൻ താഴെ താമസിക്കാമെന്ന് ആവശ്യപ്പെട്ടു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആഹാരം കൊണ്ടുപോയി കൊടുത്തു. നബി അതിൽ നിന്നും ഒന്നും കഴിച്ചില്ല. അപ്പോൾ വളരെ വിഷമത്തോടു കൂടി അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്താണ് അങ്ങ് ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഹാരത്തിൽ ഉള്ളി ചേർത്തിട്ടുണ്ട്. നഹ്നു മഅശറൽ അംബിയ, ഞങ്ങൾ പ്രവാചകന്മാരാണ്, ഞങ്ങൾ നിങ്ങൾ സംസാരിക്കാത്തവരോട് സംസാരിക്കുന്നവരാണ്, അഥവാ മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ളവരാണ്, മലായിക്കത്തുകളുമായി സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് വായയ്ക്ക് ദുർഗന്ധമുണ്ടാക്കുന്നതൊന്നും ഞങ്ങൾ ഭക്ഷിക്കാറില്ല. അതുകൊണ്ട് നിങ്ങളത് ഭക്ഷിച്ചുകൊള്ളൂ, ഞാൻ അത് ഭക്ഷിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം ഉള്ളി ചേർത്തൊന്നും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പാചകം ചെയ്തിട്ടില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാസങ്ങൾ അബൂ അയ്യൂബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. മസ്ജിദുൻ നബവിയുടെ പണി പൂർത്തിയായി. മസ്ജിദുൻ നബവിയുടെ പണി പൂർത്തിയാകുകയും അതിനോട് ചേർന്ന് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പ്രിയ ഭക്തിമാർക്കും താമസിക്കാനുള്ള ചെറിയ ചെറിയ റൂമുകളും ഉണ്ടാക്കി. ഹുജറാത്തുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിളിച്ചത്. ഓരോ റൂമുകൾ എന്ന് പറയാം. ഹുജറത്ത് എന്ന് പറഞ്ഞാൽ റൂം എന്നാണ് അർത്ഥം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ചെറിയ ചെറിയ വീടുകളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നബിക്ക് സുജൂദ് ചെയ്യാനും എനിക്ക് നീണ്ടു നിവർന്ന് കിടക്കാനും വലിപ്പമില്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്യാൻ നേരത്ത് ഞാൻ കാല് മടക്കി വെച്ച് കൊടുക്കലായിരുന്നു. അങ്ങനെ അത്രമേൽ ചെറിയ വീടുകളിലാണ് റസൂൽ താമസിച്ചത്. ആ വീടുകളും പണി പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടുകളിലേക്ക് താമസമാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദ്യമായി സ്വീകരിച്ചതും നബിയെ എല്ലാ നിലയിലും സന്തോഷിപ്പിച്ച് ആഹാരം കൊടുത്തതും അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരുമിച്ച് വളരെ നട്ടുച്ച സമയത്ത് പുറത്തിറങ്ങി നടക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും.
നട്ടുച്ചയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്ത് കണ്ടപ്പോൾ, സാധാരണ അന്നത്തെ ചൂടിൻ്റെ രീതിയിൽ നല്ല ഉച്ച സമയത്താരും പുറത്തിറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമയത്ത് പുറത്ത് കണ്ടപ്പോൾ, എന്താണ് ഈ നേരത്ത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അബൂബക്കറെ ഒന്നും കഴിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതേ കാരണത്താൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ വഴിയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവർ കാണുന്നുണ്ട്. മൂന്നാളും കൂടി പോയത് മഹാനായ സഹാബി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ പ്രധാനപ്പെട്ട 3 അതിഥികൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന ഈന്തപ്പനയിൽ കയറി ഈന്തപ്പനയുടെ 3 ഭാഗത്തു നിന്നും കുറേശ്ശെ എടുത്തുകൊണ്ട് വന്നു. ഈന്തപ്പഴത്തിൻ്റെ 2 രീതിയിലുള്ളത് മരത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ബുസ്ർ, തമ്ര അല്ലെങ്കിൽ റത്ബ് എന്ന് പറയും. 3 രീതിയിലും കഴിക്കുന്ന, 3 പാകത്തിലും കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈന്തപ്പഴം. നമ്മൾ സാധാരണ കാണാറുണ്ടാവും, അതിൻ്റെ ഒരു പച്ചയായ രീതിയിൽ ഫ്രൂട്ട്സ് കടകളിൽ കിടക്കുന്നത് കണ്ടാവും. അത് ഈന്തപ്പഴത്തിൻ്റെ ബുസ്ർ എന്നാണ് പറയുന്നത്. അതും സാധാരണ കഴിക്കുന്ന ഒരു രീതി. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പാകമായതാണ് നമ്മൾ സാധാരണ നോമ്പുറക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് റത്ബ് എന്നാണ് പറയുന്നത്. അതൊന്നുകൂടെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതും ഉപയോഗിക്കാറുണ്ട്. അതിന് തമ്ര എന്ന് പറയും. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ 3 കൊണ്ടുവന്ന് അതിഥികൾക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഒരു ആടിനെ അറുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽക്കരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽക്കാരം ആദ്യമായി സൽക്കാരം സ്വീകരിക്കുന്നത് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് അതുപോലത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ കടന്നു ചെന്നിട്ടുള്ളതും അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. ഇസ്ലാമികമായ ധർമ്മ സമരങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളിൽ ഒന്നായിരുന്നു അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല. പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുന്നണിയിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവസാനം കുസ്തുന്തൂനിയ അഥവാ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്ന ഒരു സൈന്യം, യസീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം, മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലം, അദ്ദേഹം മകനായ യസീദിനെ അന്നത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അയക്കുന്നുണ്ട്. അത് കപ്പൽ മാർഗം പോകുന്ന ഒരു സൈന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപ്പൽ മാർഗം പോകുന്ന ആ സൈന്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു യസീദിന്റെ ഒപ്പം പോകാനുള്ള താല്പര്യം ആദ്യം പോകാൻ താല്പര്യം തോന്നിയില്ല. കാരണം ചെറിയ പ്രായത്തിലുള്ള ആളാണ്, അദ്ദേഹമാണെങ്കിൽ വലിയ മുതിർന്ന സഹാബിയുമാണ്. അതിനോടൊപ്പം തന്നെ യസീദിന്റെ നേതൃത്വത്തോടും വലിയ താല്പര്യം തോന്നാതിരുന്നത് കൊണ്ട് അദ്ദേഹം ആദ്യം വിമുഖത വിചാരിച്ച് മാറി നിന്നു. പിന്നെയും അദ്ദേഹം ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി മഹത്വപ്പെടുത്തി പറഞ്ഞ ഒരു സൈന്യം പുറപ്പെടാൻ പോവാണ്. അപ്പോൾ ആ സംഘത്തോടൊപ്പം പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോയ ആ സൈന്യത്തോടൊപ്പം മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പുറപ്പെടുവിച്ചു. ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം രോഗിയായി. ആ സൈന്യത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം രോഗിയായ സമയത്ത് ആ സൈന്യം പരാജയപ്പെട്ട് മടങ്ങി വരികയായിരുന്നു. രോഗിയായപ്പോൾ യസീദ് ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്, ഈ സമയത്ത് ഞാൻ രോഗിയുമാണ്, ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടേക്കാം. എൻ്റെ ആഗ്രഹം, നാം ഏതൊരു രാജ്യത്തിലേക്കാണോ ഏതൊരു നാട്ടിലേക്കാണോ പടയെടുത്ത് പുറപ്പെട്ടത് ആ നാട്ടിൽ തന്നെ എൻ്റെ ജനാസ കബറടക്കം ചെയ്യപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാധിക്കുമെങ്കിൽ, ഇത് ഇപ്പോൾ ഒരു ശത്രു രാജ്യമാണ്, അവിടെ ഒരു ജനാസ കബറടക്കം ചെയ്യാൻ അവർ അനുവദിക്കണമെന്നില്ല, പക്ഷെ ഏതെങ്കിലും വിധേന നിങ്ങൾക്കത് സാധിക്കുമെങ്കിൽ എന്നെ ആ നാട്ടിൽ തന്നെ കബറടക്കം ചെയ്യണമെന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും അങ്ങനെ അതിൽ തന്നെ അദ്ദേഹം വഫാത്താവുകയും അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ തന്നെ പരിസരത്ത് കബറടക്കം ചെയ്യപ്പെട്ടു എന്നാണ് ചരിത്രം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ സ്നേഹിക്കുകയും നബിയെ സേവിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി സേവിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്
ആഹാരം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ ആഹാരം കൊടുക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നാളുകളിലൊന്നും ഒരു അസ്വസ്ഥതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്ത ആ മഹാനായ സഹാബി മദീനയിൽ നിന്നും ഒരുപാട് ദൂരത്തുള്ള മറ്റൊരു നാട്ടിൽ ഇസ്ലാമിൻ്റെ സേവന പാതയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സഹാബാക്കളെ പഠിക്കാനും അവരൊക്കെ പാലിച്ച ആദിത്യ മര്യാദയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.